ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റത്തെ യൂണിറ്റിലെ സോ മച്ച് ഹാപ്പിനെസ് എന്ന പോയമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. ലൈഫ് ടീച്ചേഴ്സ് ആസ് ലെസൺസ് എക്സ്പെഷ്യലി ഇൻ സാഡ് ആൻഡ് ചാലഞ്ചിങ് ടൈപ്സ്. എന്താണ് നമ്മുടെ ജീവിതം, നമ്മൾ ഓരോ സാഡായിട്ടും അതുപോലെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഓരോ മൊമെൻറ്റിലും എന്താണ് ഓരോ ലെസൺസ് നമ്മളെ പഠിപ്പിക്കുന്നു അല്ലേ. നമ്മൾ അതിൽ നിന്നാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇനി നമ്മൾ ലൈഫ് ഗൈഡ് ചെയ്യുന്നത്. ലെറ്റ്സ് റീഡ് എ പോം ദാറ്റ് ഓഫേഴ്സ് സച്ച് ആൻ അണ്ടർസ്റ്റാൻഡിങ്. നമുക്ക് ആ പോയം, അങ്ങനത്തെ ഒരു പോയം വായിക്കാം. അങ്ങനെ ഒരു ലെസൺ മനസ്സിലാക്കാൻ പറ്റുന്നൊരു പോയം നമുക്ക് വായിക്കാം. സോ മച്ച് ഹാപ്പിനെസ് ബൈ നവോമി ഷിഹാബ് നൈ എന്നാണ് ഓഥറിൻ്റെ പേര്. It is difficult to know what to do with so much happiness. With the sadness, there is something to rub against. A wound turned with lotion and cloth. അറിയാം എന്താണ് സന്തോഷം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ എന്താണ് ഇറ്റ് ഈസ് സോ മച്ച് ഡിഫിക്കൽട്ട്. നമുക്കറിയില്ലേ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അല്ലേ. നമ്മളിങ്ങനെ ഒരു ഇമോഷണൽ സിറ്റുവേഷൻ ഹാപ്പിനെസ് കൊണ്ട് എങ്ങനെ ഡീൽ ചെയ്യുന്ന പോലും അറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. പക്ഷേ സാഡ്നെസ് ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദുഃഖമാണ് നമ്മൾ അനുഭവിക്കുന്നത്. എന്താണ് ദർ ഇസ് സംതിങ് ടു റബ് അഗെയിൻസ്റ്റ് എ വോണ്ട് ടെൻഡ് വിത്ത് ലോഷൻ ആൻഡ് ക്ലോത്ത്. എന്താണ് നമുക്ക് എന്തെങ്കിലും ഒരു ലോഷൻ വെച്ച് മുറിവുകൾ ഉണക്കുന്നത് പോലെ നമുക്ക് ആ ഒരു വിഷമത്തെ എന്താണ് നമുക്ക് ആരെങ്കിലും കൺസോൾ ചെയ്യിക്കാണ്ടും കൂടെ നമുക്ക് ആ വിഷമം എങ്ങനെ സോൾവ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ നമുക്ക് എപ്പോഴും ഉണ്ടാകും. അപ്പോൾ അതാണ് പോയിട്ട് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുമ്പോൾ നമുക്കത് എങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്നും ഇങ്ങനെ അത് ഒരു ഡിഫിക്കൽട്ടാണ്. നമുക്കത് എന്താ ചെയ്യേണ്ടത് നമുക്കറിയില്ല. പക്ഷേ സാഡ്നെസ് ആകുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയാണ് അത് സോൾവ് ചെയ്യേണ്ടതെന്നും ഇങ്ങനെ നമുക്ക് ആ സാഡ്നെസ്സിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റും എന്നൊക്കെ നമുക്കറിയാം. When the world falls in around you, you have pieces to pick up, something to hold in your hands, like a ticket stubs or change. അപ്പോൾ ഈ ലൈനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു ലോകം നമുക്ക് എല്ലാതും നമ്മുടെ ചുറ്റുമുള്ള എല്ലാം നശിച്ചു പോയെന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ് നമുക്ക് ആകെ കൂടി നമ്മുടെ ഓർമ്മകൾ മാത്രമേ നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ. ആ ഓർമ്മകളാണ് ഓഥർ ടിക്കറ്റ് സ്റ്റബ്സും അതുപോലെ ചേഞ്ചായിട്ട് കമ്പാരിസൺ നടത്തിയിട്ടുള്ളത്. അതായത് നമുക്ക് ചുറ്റുമുള്ള ലോകം അല്ലാതെ നശിച്ചു പോകുമ്പോൾ നമ്മുടെ ലൈഫ് ഒരു നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലെത്തുമ്പോൾ എന്താണ് നമുക്ക് ആകെ ഉണ്ടാവുക നമുക്ക് ലൈഫിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള കുറച്ച് നല്ല നല്ല മെമ്മറീസ് മാത്രമേ നമുക്ക് ഹോൾഡ് ചെയ്യാൻ ഉണ്ടാവുള്ളൂ. അതാണ് അവിടെ പോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബട്ട് ഹാപ്പിനെസ് ഫ്ലോട്ട്സ്, ഇറ്റ് ഡസൻറ്റ് നീഡ് യു ടു ഹോൾഡ് ഇറ്റ് ഡൗൺ, ഇറ്റ് ഡസൻറ്റ് നീഡ് എനിത്തിങ്. പക്ഷേ നമ്മുടെ ലൈഫിൽ സന്തോഷം വരികയാണെങ്കിൽ അതിന് നമ്മൾ പിടിച്ചു വെക്കേണ്ട ആവശ്യകതയോ അല്ലെങ്കിൽ അതിന് അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല. അതിന് നമ്മൾ പിടിച്ചു വെക്കേണ്ടതോ അത് നമ്മുടെ ലൈഫിൽ നിർത്താനോ അതിനൊന്നും എന്തിൻ്റെ ആവശ്യമില്ല, ഹാപ്പിനെസ്സിന് ആവശ്യമില്ല. ഹാപ്പിനെസ് ലാൻഡ്സ് ഓൺ ദ റൂഫ് ഓഫ് ദ നെക്സ്റ്റ് ഹൗസ് സിംഗിങ് ആൻഡ് ഡിസപ്പിയേഴ്സ് വെൻ ഇറ്റ് വാണ്ട്സ് ടു. എങ്ങനെയാണ് ഹാപ്പിനെസ് അതിൻ്റെ സമയമാകുമ്പോൾ തൊട്ടടുത്ത വീട്ടിൽ എന്താണ് ആ റൂഫ് ഹൗസ് ആ വീടിൻ്റെ മുകളിൽ വരുന്നു, അത് പാട്ട് പാടുന്നു, അത് അതിൻ്റെ സമയമാകുമ്പോൾ എന്താണ് അതിൻ്റെ സമയം അത് പോവുകയും ചെയ്യുന്നു. അപ്പം അവിടെ എന്ത് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പിനെസ് കംസ് ആൻഡ് ഗോസ് ഫ്രീലി. അതാണ് ഹാപ്പിനെസ്സിന് വരാനും അതുപോലെ തന്നെ പോകാനും എന്താണ് ഭയങ്കര ഫ്രീ ആണ്. അതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. നമ്മുടെ ലൈഫിൽ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഹാപ്പി അല്ലെങ്കിൽ സാഡ്, നമുക്ക് ലൈഫ് എന്ന് പറയുന്നത് എന്താണ് ഒരു അൺപ്രഡിക്റ്റബിൾ ആണ്. നെക്സ്റ്റ് മൊമെൻറ്റിൽ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാൻ പറ്റുന്നൊരു ഇമോഷനാണ് എന്ത് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. You are happy either way. Even the fact that you once lived in a peaceful tree house and now live over a quarry of noise and dust cannot make you unhappy. നിങ്ങൾ എങ്ങനെ ആയാലും എന്താണ് ഹാപ്പിയാണ്. അതിപ്പോൾ നിങ്ങൾ വലിയൊരു ട്രീ ഹൗസ് അതിലാണെങ്കിലും അതുപോലെ തന്നെ അത്രയും നോയ്സി അത്രയും ഡിഫിക്കൽട്ട് സ്ട്രഗിളും ആകെ പൊടി പുരണ്ട ഒരു വീടാണെങ്കിൽ പോലും എന്താണ് അതൊന്നും സന്തോഷം വരുന്നതിന് യാതൊരു ഡിഫറൻസും വരുത്തുന്നില്ല. അതിപ്പോൾ നമ്മൾ പറയുന്നില്ല റിച്ച് ആയാലും പൂർ ആയാലും അവർക്ക് സന്തോഷമെന്ന് പറയുന്നത് എന്താണ് രണ്ടു പേർക്കും ഒരുപോലെയാണ്. അതാണ് ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ട്രീ ഹൗസ് ആണെങ്കിൽ പോലും ഇവിടെ കോറി ഓഫ് നോയ്സ് എന്ന് ഉദ്ദേശിക്കുന്ന ഡിഫിക്കൽട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്കാരായാലും അതൊരു അതായത് ആ ഒരു ഈ ഹാപ്പിനെസ് വരുമ്പോൾ എന്താണ് ആരെയും എന്താണ് അത് അവിടെ യാതൊരു ഡിഫറൻസും വരുന്നില്ല. രണ്ടു പേർക്കും ഒരുപോലെയാണ് ഒരു സന്തോഷം അവരുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതിലിപ്പോൾ റിച്ചൊന്നോ പൂറൊന്നോ ഇല്ല. എവറിത്തിങ് ഹാസ് ലൈഫ് ഓഫ് ഇറ്റ്സ് ഓൺ. എല്ലാത്തിനും അതിൻ്റേതായ ഒരു വാല്യൂ ഉണ്ട്. ഇറ്റ് ടു കുഡ് വേക്ക് അപ്പ് ഫിൽഡ് വിത്ത് പോസിബിലിറ്റീസ് ഓഫ് കോഫി, കേക്ക് ആൻഡ് റൈപ്പ് പീച്ചേഴ്സ് ആൻഡ് ലവ് ഈവൻ ദ ഫ്ലോ വിച്ച് നീഡ്സ് ടു ബി സ്വെപ്റ്റ് ആൻഡ് ദ സോയിൽഡ് ലിനൻ ആൻഡ് സ്ക്രാച്ചഡ് റെക്കോർഡ്സ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള തിങ്സ്,
അതായത് നമ്മുടെ സന്തോഷം നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ എന്താണ്, ഇറ്റ് ടു കുഡ് വേക്ക് അപ്പ് ഫീൽഡ് വിത്ത് പോസിബിലിറ്റീസ് ഓഫ് കോഫി കേക്ക് ആൻഡ് റൈറ്റ് പീച്ചസ്. ചെറിയ ചെറിയ കാര്യത്തിൽ പോലും എന്താണ് നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കും. എന്താണ് ഹാപ്പിനെസ് എന്നൊരു ഇമോഷൻ നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ എന്താണ് അവിടെ അത് പെർഫെക്റ്റ് ആവണമെന്ന്, സോയിൽഡ് ലിനൻ അല്ലെങ്കിൽ സ്ക്രാച്ചഡ് റെക്കോർഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇംപെർഫെക്റ്റ് തിങ്സ്. അവിടെ ആ ഒരു സാധനത്തിൻ്റെ പൂർണ്ണതയല്ല നോക്കുന്നത്, അതിൽ നമ്മൾ എത്രത്തോളം സന്തോഷവാനാണ് എന്നാണ് അതിൽ മെയിനായിട്ട് നോക്കുന്നത്. അതിൽ ഇംപെർഫെക്റ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയ തിങ്സിൽ എന്താണ് സന്തോഷം ഒരുപോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. സിൻസ് ദർ ഈസ് നോ പ്ലേസ് large enough to contain so much happiness, you shrug, you raise your hands and it flows out of you into everything you touch. എന്താണ് ഇപ്പോൾ സന്തോഷം നമ്മുടെ ഉള്ളിൽ ഉൾക്കൊള്ളാനുള്ള അത്രയ്ക്കും ഒരു സ്ഥലമില്ലെങ്കിൽ എന്താണ് അത് നമ്മൾ തൊടുന്ന എല്ലാ അതായത് നമ്മുടെ ഷ്രഗിലും അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ്സിലും അതിങ്ങനെ ഒഴുകിക്കൊണ്ട് നടക്കുന്നു. അതെന്താണ് നമ്മൾ ടച്ച് ചെയ്യണ എല്ലാത്തിലേക്കും എന്താണ് ആ ഒരു ഇമോഷൻ സ്പ്രെഡാവുന്നു. അതിൽ യു ആർ നോട്ട് റെസ്പോൺസിബിൾ, അതിൽ നിങ്ങളാരും റെസ്പോൺസിബിൾ അല്ല. ഇവിടെ എന്തുദ്ദേശിക്കുന്നത് പോയിട്ട് നമുക്കൊരാൾക്ക് ഒരു സന്തോഷം ഒരു ഹാപ്പിനെസ് സംഭവിക്കുമെന്നാണ് നമ്മളത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എന്താണ് അത് കൊടുക്കുന്നു, അത് എല്ലാവരിലേക്കും നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതാണ് ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത്. അല്ല നമ്മുടെ മാത്രമാണ് നമ്മളത് അടക്കി വെക്കാതെ എന്താണ് മറ്റുള്ളവരിലേക്ക് നമ്മൾ ഈക്വലി അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. You take no credit as the night sky takes no credit for the moon but continues to hold it, share it and in that way be known. എന്താണ് ഇപ്പോൾ നമുക്കറിയാം രാത്രി ചന്ദ്രൻ, അത് രാത്രി ഒരിക്കലും എന്താണ് ചന്ദ്രൻ്റെ ആ ഒരു വെളിച്ചം, ഞാനാണ് ആ ചന്ദ്രൻ, ഇരുട്ടാകുന്ന ആ രാത്രിയാണ് എന്താണ് ആ ചന്ദ്രൻ അത്രയും പ്രകാശം കൊടുക്കുന്ന അതിൻ്റെ ഭംഗി കിട്ടുന്നതും. അതുപോലെ തന്നെയാണ് ആ രാത്രി ഒരിക്കലും എന്താണ് ആ ഒരു ക്രെഡിറ്റ് എടുക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ആൾക്കാർ എന്താണ് സന്തോഷം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഞാൻ കാരണമാണ് ആ ഒരു സന്തോഷം നിന്നിലേക്ക് വന്നേന്ന് പറഞ്ഞ് ആരും ക്രെഡിറ്റ് എടുക്കുന്നില്ല. അതെന്താണ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ച് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്ത് ഷെയർ ചെയ്ത് പോകുന്നു. ഇതാണ് ഈ പോയത്തിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന മെയിൻ ഐഡിയ. എന്താണ് ഹാപ്പിനെസ് ബിക്കം മോർ മീനിങ് ഫുൾ വെൻ ഇറ്റ് ഈസ് ഷെയർഡ്. നമ്മൾ ഹാപ്പിനെസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോഴാണ് എന്ത് അതിനൊരു വാല്യൂവും അതുപോലെ തന്നെയാണ് മീനിങ് ഫുള്ളായും ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക് യു.